കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 പാരന്റിംഗ് സ്റ്റൈൽസിനെ പറ്റിയാണ് സംസാരിച്ചത്. ഓക്കെ, ഈ 4 പാരന്റിംഗ് സ്റ്റൈൽസിൽ 2023 ഔട്ടായ സ്റ്റഡീസ് പ്രകാരം റിസർച്ചേഴ്സ് മനസ്സിലാക്കിയത് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് പാരന്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും രക്ഷിതാക്കൾ എന്നുള്ള രൂപത്തിൽ കുട്ടികളുടെ കൂടെ നിന്ന് അവർക്ക് ഒരു റോൾ മോഡലായിട്ട് തന്നെ പാരൻസ് എനാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ നമ്മളൊരു ഫോഴ്സ് ഡിസിപ്ലിൻ്റെയോ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സിൻ്റെയോ ഫീൽ വരാതെ അവർക്ക് എപ്പോഴും ഒരു സേഫ് സ്പേസ് ഉണ്ട്, തൻ്റെ പാരൻസിനോട് എന്ത് കാര്യവും തുറന്ന് പറയാം എന്നുള്ളൊരു വിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അവെയർനെസ്, അതുമാത്രമല്ല അവരുടെ സ്കിൽ സെറ്റ് എന്താണ് എന്ന് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ലൈഫിൽ എന്ത് ഇഷ്യൂസ് വന്നാലും പ്രോബ്ലം സോൾവിങ് എന്നുള്ളൊരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആ ഒരു ടാലൻറ്റ് അവരുടെ മുമ്പിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ കഴിയും. ഒരു പ്രശ്നം വരുമ്പോൾ അവർ പാസ്റ്റിനെ പറ്റി പറയുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയോ ആൻഷ്യസ് ആവാതെ പ്രോപ്പറായിട്ട് ആ പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോവാം, അതിൽ നിന്ന് തൻ്റെ ഗ്രോത്ത് എങ്ങനെ ഷുവർ ആക്കാം എന്ന് മനസ്സിലാക്കുന്നത് അതോറിറ്റേറ്റീവ് സ്റ്റൈലിലൂടെയാണ്. ഈ ഇതേ പാറ്റേൺ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടീച്ചിങ്ങിലും നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു സ്കൂൾ എൻവയോൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്കൂൾ കാലഘട്ടം ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടിക്കാലത്ത് ഈ 4 കാറ്റഗറീസിൽ പെടുന്ന ടീച്ചേഴ്സും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ചിലവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അവരുടെ സബ്ജക്റ്റ് മാത്രം നമ്മൾ പഠിക്കുക അല്ലേ. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ എനിക്കൊരു ജോഗ്രഫി ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എപ്പോഴും വന്നിട്ട് ജോഗ്രഫി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം PT പീരീഡ് ആണെങ്കിലും ഏതൊരു ഫ്രീ പീരീഡ് ആണെങ്കിലും ജോഗ്രഫി ടീച്ചറായിരിക്കും ക്ലാസ്സിൽ വരിക, എന്നിട്ട് ആ ക്ലാസ് പഠിപ്പിക്കുക. ഓക്കെ, ആത്മാർത്ഥതയാണ്, ടീച്ചറിൻ്റെ ആത്മാർത്ഥതയാണ് കാണിച്ചതെന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് ഒരുപാട് ഫിയർ ഉളവാക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആ ഒരു കാറ്റഗറിയിലേക്ക് വീഴുന്നുണ്ട്. അടുത്ത എന്ന് പറഞ്ഞ ടോക്സിക് ടീച്ചിങ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റിൽ ഒരു ടീച്ചർ ഭയങ്കരമായിട്ട് ഹാർഷ് പണിഷ്മെൻറ്റ്സ് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം എൻഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അതോറിറ്റേറിയൻ കാറ്റഗറിയിൽ പെടുത്താം. അതുപോലെ തന്നെ ടീച്ചിങ് സൈഡിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഫേവറേറ്റ് ടീച്ചർ കാണും. മിക്കപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടീച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഈ അതോറിറ്റേറ്റീവ് ക്യാരക്ടറിൽ അല്ലെങ്കിൽ ഒരു പാരന്റിങ് അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ടീച്ചിങ് സ്റ്റൈലിലേക്കായിരിക്കും പോവുക. ഭയങ്കര കൂട്ടാണ്, കെയറിങ് ആണ്, എല്ലാം ആണെങ്കിലും നമ്മൾ പഠിക്കേണ്ട സമയത്ത് കാര്യമായിട്ട് പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ടീച്ചറുടെ രൂപം വേറെ ആയിരിക്കും, അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും നമുക്ക് ട്രോമ തരുന്ന രീതിയിലായിരിക്കില്ല ടീച്ചർ പെരുമാറുന്നത്. പിന്നെ അൺഇൻവോൾവ് ആയിട്ട് നിങ്ങൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു എന്നുള്ള രീതിയിലെ ടീച്ചേഴ്സും ഉണ്ട്. എഗെയിൻ നമ്മുടെ പെർമിസീറ്റർ നിങ്ങൾ എന്താഴ്ച ചെയ്തോളൂ കേട്ടോ, എനിക്കൊരു പ്രശ്നമില്ല, കാരണം ആ രീതിയിൽ പോകുന്നതും ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം പെയിൻ അനുഭവിക്കണം, അത്യാവശ്യം പ്രോബ്ലംസ് ഫേസ് ചെയ്യണം, പക്ഷേ എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റവും ആവശ്യമാണ്. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് സക്സസ്സിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈലിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ടീച്ചിങ് സ്റ്റൈലാണെങ്കിലും ടീച്ചിങ് എൻവയോൺമെൻറ്റിനാണെങ്കിലും അതോറിറ്റേറ്റീവ് രീതിയിൽ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇൻ കേസ് ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഇഷ്യൂസിൽ നിന്നാണ് ആ കുട്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ടീച്ചർ ആക്ച്വലി ക്യാൻ ഹീൽ ദാറ്റ് ചൈൽഡ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റേറ്റീവ് രീതിയിൽ ആ കുട്ടിക്ക് കെയർ ആൻഡ് റെസ്പോൺസീവ്നെസ് ആ ഒരു മൊമെൻറ്റിൽ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ കുട്ടി ഇഫ് ഷീ ഓർ ഹീ ഫീൽ സീൻ ഹേർഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ട്രോമ ഉണ്ടാവില്ല. എന്നെ ഇഷ്ടപ്പെടാൻ ഒരാളുണ്ട്, ഓക്കെ, ഞാൻ വാല്യുബിൾ ആണ് എന്നുള്ള ആ ഒരു റൂട്ട് ആ കുട്ടിക്ക് ഉണ്ടാവുകയും അവിടെ നിന്ന് ആ കുട്ടിക്ക് ഒരു പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോ ആസ് ആസ്പയറിംഗ് ടീച്ചേഴ്സ് നമ്മൾ എല്ലാവരും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ് വി ഷുഡ് ബി ആൻ അതോറിറ്റേറ്റീവ് ടീച്ചർ. അപ്പോൾ എങ്ങനെയാണ് ഒരു അതോറിറ്റേറ്റീവ് രീതി നമ്മൾ സ്വീകരിക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുക? കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പലപ്പോഴും ഒന്നോ രണ്ടാമത്തേനെ തല്ലുകയോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുകയോ എല്ലാം ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ഡിസിപ്ലിൻ കൊണ്ടുവരാം, ഇതിനെ പറ്റിയായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുക.